Hello, students. We are discussing the drama Cherry Orchard by Anton Chekhov. It was published in 1904, and I think you have all heard about Anton Chekhov. He was one of the important literary figure and a playwright in Russia, and he won the Pushkin Prize, and he is known for his short story and his plays, and most of his works are combining the elements of comedy and tragedy, and his life period from 1860 to 1904, and he wrote his first drama in 1881, and his major works are The Seagull, The Three Sisters, Uncle Vanya, and The Cherry Orchard. Okay, and today we are discussing his story, his drama Cherry Orchard, and the drama that was published in 1904. And when we consider the situation of writing this drama, he wrote this drama when he was diagnosed because of his tuberculosis. That is, Anton Chekhov, he has suffered tuberculosis and he was in his rest, and he wrote this drama over a period of more than 2 years. It was from early 1901 to late 1903, and during this life period he was in his exile along with his doctor, as he was suffered tuberculosis, and he was in Moscow in order to give a rest for his lungs. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു സ്റ്റോറി എഴുതുന്നത് അദ്ദേഹം മോസ്കോയിൽ തൻ്റെ ട്യൂബർകുലോസിസിൻ്റെ കാരണം അദ്ദേഹം ഒരു എക്സൈലിന്, അതായത് തൻ്റെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ഫ്രണ്ട്സുകളിൽ നിന്നൊക്കെ മാറി താമസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്താണ് അദ്ദേഹം ഈ ഒരു ഡ്രാമ എഴുതുന്നത്. ആൻഡ് വെൻ വി കൺസിഡേർഡ് ദ ഇൻസ്പിരേഷൻ ഓഫ് റൈറ്റിംഗ് ദിസ് പ്ലേ, there are numerous and diverse sources. അതായത് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ എന്ന് പറയുന്നത് ചെക്കോവ്, who was known about the cherry trees in his childhood days in Taganrog, Taganrog, അതായത് ടാഗ്നറോഗ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സ്. അവിടെ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഈ ചെറി ട്രീസുമായി വളരെ അടുത്തിടപെട്ടിരുന്നു. പിന്നെ അനദർ റീസൺ വാസ് ചെക്കോവ് ഹാഡ് ഹിംസെൽഫ് പ്ലാന്റഡ് എ ചെറി ഓർച്ചഡ് ഓൺ എൻ എസ്റ്റേറ്റ് ഇൻ മെലിക്കോവോ ദാറ്റ് ഹീസ് പർച്ചേസ്ഡ് ഇൻ 1892. അദ്ദേഹത്തിനും 1892 സ്വന്തമായൊരു ചെറി ഓർച്ചഡ് പ്ലാന്റ്സ് ഉള്ള ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ബട്ട് ലേറ്റർ ഹി ലോസ്റ്റ് ദ എസ്റ്റേറ്റ് and he gives it to another one, and later the new owner cut down the cherry tree. ഓക്കെ, പിന്നെ അദ്ദേഹം തൻ്റെ ആ ഒരു ചെറി ഓർച്ചഡ് എസ്റ്റേറ്റ് വേറൊരാൾക്ക് വിൽക്കുകയും അയാൾ അവിടെയുള്ള ചെറി ട്രീസൊക്കെ എന്ത് ചെയ്തു, കട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ another feature of the drama is, in this drama he has discussed several intellectual discussion. Okay, and it is believed that this intellectual discussion has come to this drama because of Chekhov's wide reading in literature and philosophy and natural sciences. അദ്ദേഹം ഇതിൽ പറയുന്ന ഇൻ്റലക്ച്വൽ ഡിസ്കഷൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് ചെക്കോവിൻ്റെ വൈഡ് ആയിട്ടുള്ള റീഡിംഗ് ആയിരുന്നു. ഇറ്റ് വാസ് ഇൻ ലിറ്ററേച്ചർ, ഫിലോസഫി ആൻഡ് നാച്ചുറൽ സയൻസ്. എസ്പെഷ്യലി ഇറ്റ് വാസ് ഡാർവിൻസ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓക്കെ, അതായത് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് വളരെയധികം ആര് സ്വാധീനിച്ചിട്ടുണ്ട്? നമ്മുടെ ചെക്കോവിനെ ഈ ഒരു ഡ്രാമ എഴുതുമ്പോൾ. അതായത് ഇതിലുള്ള ഇൻ്റലക്ച്വൽ ഡിസ്കഷൻ ആൻഡ് ഓൾസോ
The Marxist and socialist philosophy also influenced him. Okay. Then we know that the subtitle of the poem എന്ന് പറഞ്ഞുവാണ്. The subtitle of the drama was a comedy in 4 acts. ഓക്കെ, അതായത് ഇതിൻ്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് എ കോമഡി ഇൻ 4 acts എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ he intended to write his last play, അതായത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പ്ലേയിലാണ് ഇത് വരുന്നത്, ചെറിയ ഓർച്ചഡ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്ലേ he intended to write in as like a comedy. It was a musical comedy. Then that's why he gives the idea that it should give the subtitle a comedy in 4 acts. Okay, അതായത് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചത്. പക്ഷേ Chekhov, after writing this drama, he got a reaction from his wife that the 4th act I burst out sobbing. അതായത് ശരിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു, അതിൻ്റെ 4th ആക്ട് വായിച്ചപ്പോൾ അതെന്നെ വല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, സോബ് ചെയ്യപ്പെട്ടിട്ട് ഞാൻ തേങ്ങിപ്പോയി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ കോമഡി ആയിട്ട് എഴുതിയതാണെങ്കിൽ പോലും അതിൻ്റെ 4th ആക്ട് ഒരു ട്രാജിക് എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്ലേ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റാനിസ്ലാവ്സ്കി എന്നായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻ്റർപ്രറ്റ് ദ പ്ലേ ആസ് എ ഡ്രാമ. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോയത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ്, അതായത് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻ്റർഫിയർനെസ് ആര് നടത്തിയിട്ടുണ്ട്, നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഡിറക്ടർ, ഈ പ്ലേയുടെ ഡിറക്ടർ നടത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡ്രാമയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിലുള്ള മേജർ ക്യാരക്ടേഴ്സാണ് ഇവരൊക്കെ. ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ അവരുടെ ലെങ്തി നെയിമാണ് ലുബോവ് ആൻഡ്രൂ. ഓക്കെ, ദിസ് ഡ്രാമ ഈസ് ട്രാൻസ്ലേറ്റഡ് ബൈ ജൂലിയസ് വെസ്റ്റ് ആണ് ഇൻ 1916. ഓക്കെ, അപ്പോൾ ഇതിലെ മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത് മിസ്സിസ് ബ്രാനവസ്കി. ഓക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ഇസ് എ ലേഡി ലുബോവ് ആൻഡ്രൂവിന റാനവസ്കി. ഓക്കെ, അതായത് മിസ്സിസ് റാനവസ്കി എന്നാണ് അവരുടെ പേര്. ഷീ ഈസ് ദ മേജർ ക്യാരക്ടർ. ഷീ ഈസ് എ ലാൻഡ് ഓണർ. ആൻഡ് ദെൻ Anya is the name of her daughter. She was aged 17. Then Varya is also called Barbara. This Varya is her adopted daughter and she aged 27. Then another character, Leonid Androvich Gabe. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഗെയ്വ് എന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി, ബാക്കി പേരുകൾ ഓർമ്മിക്കണമെന്നില്ല. ഗെയ്വ് എന്ന് പറയുന്നത് മിസ്സസ് റാനവസ്കിയുടെ ബ്രദറാണ്. ദെൻ അനദർ തിങ്സ്, അലക്സാണ്ട്രോവിച്ച് ലൊപാക്കിൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ഹി വാസ് എ മെർച്ചൻറ്റ്. ദെൻ ട്രോഫിമോവ്, പീറ്റേഴ്സ് സെർവിൻവിച്ച് ട്രോഫിമോവ് എന്നാണ്, ട്രോഫിമോവ് എന്ന് പഠിച്ചാൽ മതി, ഇസ് എ സ്റ്റുഡൻറ്റ്. ദെൻ നെക്സ്റ്റ് പിസ്റ്റിൻ എന്ന് പറയുന്നത് ഇസ് അനദർ ലാൻഡ് ഓണർ. ദെൻ അനദർ വൺ ഇവാനോന ഇസ് എ ഗവർണേഴ്സ്. അനദർ എപ്പിക്കഡോ, ഹി വാസ് എ ക്ലർക്ക്. Then Dunyasha is a maid servant. Then Fires, an old footman, and he was aged 87. Another character, Yasha, a young footman. Another one, a tramp, a station master, post office clerk, guest, and a servant. അതായത് ഇവരൊക്കെ മൈനർ ക്യാരക്ടേഴ്സാണ്. The scene, the action, the first act we see itself is in റാനവസ്കീസ് എസ്റ്റേറ്റ്. അതായത് റാനവസ്കി എന്ന് പറയുന്ന ലേഡിയുടെ ചെറി ഓർച്ചഡ് എസ്റ്റേറ്റിലാണ് നമ്മുടെ സ്റ്റോറി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. സ്റ്റോറി തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ദ പ്ലേ ദറ്റ് ഈസ് സെറ്റ് ഇൻ റഷ്യ ആൻഡ് ഇറ്റ് വാസ് ഇൻ ദ ലേറ്റ് 1800. ഓക്കെ, അപ്പോൾ ദ പ്ലേ ദറ്റ്സ് ഓപ്പൺസ് അറ്റ് ഡോൺ ഇൻ ദ മന്ത് ഓഫ് മെയ്. ഒരു മെയ് മാസമായിരുന്നു, ഒരു പ്രഭാതത്തിലാണ് നമ്മുടെ പ്ലേ ഓപ്പൺ ചെയ്യുന്നത്. ഇറ്റ് വാസ് ഇൻസൈഡ് മാഡം റാനവസ്കീസ് എസ്റ്റേറ്റ്. മാഡം റാനവസ്കിയുടെ എസ്റ്റേറ്റാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ദ ആക്ട്സ് ആർ നോട്ട് ഡിവൈഡഡ് ഇൻ ടു സീൻ.
അല്ലേ, അതൊരു പ്ലേയുടെ ഫീച്ചറാണ്. ആക്ട് എന്ത് ചെയ്തിട്ടില്ല, സീനുകളായി ഡിവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ കാണുന്നു ലൊപാക്കിൻ എന്ന് പറയുന്ന ഒരു വെൽത്തി നൈബർ, ഹീസ് ദർ. ഓക്കെ, നമ്മൾ പ്ലേ തുടങ്ങുമ്പോൾ കാണുന്നത് ലൊപാക്കിൻ എന്ന് പറഞ്ഞാൽ ആരാണ്, വെൽത്തി നൈബർ ആൻഡ്, അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൊപാക്കിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, ലൊപാക്കിൻ എന്ന് പറഞ്ഞാൽ ഈസ് എ മെർച്ചൻറ്റ് ആൻഡ് എ വെൽത്തി നൈബർ ഓഫ് മാഡം റാനവസ്കി ആൻഡ് ഹീസ് ദ, ആൻഡ് ദുന്യാഷ ഈസ് എ മെയ്ഡ് സെർവൻറ്റ്. They were waiting for Madam Ranavsky and her daughter Anya and their companion to return to their cherry orchard estate from France. നമ്മൾ കാണുന്നത് ലൊപാക്കിനും ദുന്യാഷയും അവരുടെ മെയ്ഡും സെർവൻറ്റും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മാഡം റാനവസ്കിയെ. നൗ ഷീ ഈസ് കമ്മിങ് ഫ്രം ഫ്രാൻസ് ആൻഡ് ഇൻ ഫ്രാൻസ് ദേ സ്പെൻഡ് 5 years. 5 വർഷത്തോളമായി അവർ ഫ്രാൻസിൽ ജീവിക്കുന്നു. നൗ ദേ ആർ റിട്ടേണിംഗ് ടു ചെറി ഓർച്ചഡ് എസ്റ്റേറ്റ് അലോങ് വിത്ത് ഹെർ ഡോട്ടർ അന്യ ആൻഡ് ദെയർ കമ്പാനിയൻസ്. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആൻഡ് നൗ ദ റൂം ദേ ആർ ഇൻ ഈസ് കോൾഡ് എ നഴ്സറി. അവർ നിൽക്കുന്ന റൂമിന് എന്താണ് അറിയപ്പെട്ടത്, ഇറ്റ് വാസ് നഴ്സറി എന്നാണ് അറിയപ്പെട്ടത്. Dunyasha and Lopakins, they began to talk about the tardiness of the train. Tardiness means the lightness of the train. അവരിങ്ങനെ സംസാരിക്കുകയാണ് ട്രെയിൻ ലേറ്റ് ആകുന്നതിനെ കുറിച്ചൊക്കെ. ആ സമയത്ത് ലൊപാക്കിൻസ് ഹി റീകൗണ്ട്സ് ഹിസ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഓഫ് ദ മാഡം റാനവസ്കി. അപ്പോൾ ലൊപാക്കിൻ എന്ന് പറയുന്ന നമ്മുടെ വെൽത്തി നെയ്ബർ അദ്ദേഹം ഓർമ്മിക്കുകയാണ് മാഡം റാനവസ്കിയുമായിട്ടുള്ള തൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ്. അദ്ദേഹം പറയുകയാണ് ലൊപാക്കിനെ കുറിച്ച്, അദ്ദേഹം എന്തായിരുന്നു, ഹി വാസ് എ സെർവ് സൺ. അതായത് നമ്മുടെ ലൊപാക്കിനൊരു സെർവ് സൺ എന്ന് പറഞ്ഞാൽ ഒരു സെർവൻറ്റിൻ്റെ മകനായിരുന്നു. ഇൻ ദ മെയിൻ ഹൗസ്, അവിടെയുള്ള സെർവൻറ്റിൻ്റെ, അതായത് മാഡം റാനവസ്കിയുടെ ആ ഒരു വീട്ടിലുള്ള ഒരു സെർവൻറ്റിൻ്റെ മകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ദിവസം എന്ത് ചെയ്തു, ലൊപാക്കിനെ സ്ട്രക്ക് ഹിം, അല്ലെ അദ്ദേഹത്തെ അടിക്കുകയും ആൻഡ് ടു കെയർ ഫോർ ഹിം ആൻഡ് ടു വാഷ് ഹിം. അതായത് ദിസ് മാഡം റാനവസ്കി ഹാസ് ബ്രോട്ട് ലൊപാക്കിൻ ടു ഹെർ ഹൗസ് വെൻ ലൊപാക്കിൻസ് ഫാദർ ഹാസ് സ്ട്രക്ക് ഹിം. അതായത് അദ്ദേഹത്തെ അടിച്ചപ്പോൾ എന്ത് ചെയ്തു, മാഡം റാനവസ്കി അദ്ദേഹത്തെയും കൂട്ടി വീട്ടിലേക്ക് വരികയും ടു കെയർ ഫോർ ഹിം ആൻഡ് ടു വാഷ് ഹിം, അദ്ദേഹത്തെ വളരെ നന്നായി കെയർ ചെയ്യുകയും കഴുകി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ലൊപാക്കിൻ്റെ ഒരു ഓർമ്മയാണ് ആരുമായിട്ടുള്ള, മാഡം റാനവസ്കിയുമായിട്ടുള്ള. അത് കഴിഞ്ഞപ്പോൾ ദുന്യാഷ പറയുകയാണ് ദ ആങ്ഷൈറ്റി അറ്റ് ദ റിട്ടേൺ ഓഫ് ദ ഫാമിലി. അതായത് അവർ തിരിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള വേവലാതിപ്പെടുകയാണ് ആര്, ദുന്യാഷ. അതായത് ഫ്രാൻസിൽ നിന്ന് അവർ തിരിച്ചു വരുന്നതിനെക്കുറിച്ച്. പിന്നെ നമ്മൾ കാണുന്നത് അനദർ ക്യാരക്ടർ എപ്പിക്കഡോവ്. എപ്പിക്കഡോവ് എന്ന് പറയുന്നത് ഒരു ക്ലർക്കാണ്. ആൻഡ് ഹീ ഈസ് ഇൻഫാക്റ്റേറ്റഡ് ബൈ ദിസ് ദുന്യാഷയുമായി വല്ലാത്തൊരു ഇൻഫാക്റ്റേഷൻ ആയിരിക്കും തോന്നുകയാണല്ലോ എപ്പിക്കഡോവിന്. ആൻഡ് ഹി എൻറ്റേഴ്സ് ദ നഴ്സറി. നമുക്കറിയാം നഴ്സറി എന്ന് പറഞ്ഞാൽ ആ റൂമാണ്. അവിടത്തേക്ക് വരുന്നു വിത്ത് എ നോസ് ഗേ എന്ന് പറഞ്ഞാൽ പൂച്ചെണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ബൂട്ട്സ് ആർ സ്ക്യൂക്കിംഗ് ദ ഹോൾ വേ. അദ്ദേഹം നടക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ സൗണ്ട്, നമ്മുടെ ബൂട്ട്സിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ലൊപാക്കിൻ എന്ത് ചെയ്തു, ദുന്യാഷയെ ഒരു ഗ്ലാസ് വെള്ളത്തിന് പറഞ്ഞേക്കുകയാണ്. പിന്നെ അവർ തമ്മിലൊരു കോമിക് ഡിസ്കഷൻ, ആര് തമ്മിൽ, ലൊപാക്കിനും എപ്പിക്കോഡോവും തമ്മിൽ ഒരു കോമിക് ഡിസ്കഷൻ നടക്കുകയാണ്. എന്തിനെക്കുറിച്ച്, വെദർ ആൻഡ് സ്ക്യൂക്കി ബൂട്ട്സ്. അതായത് ഈ സൗണ്ട് ഉണ്ടാക്കുന്ന ബൂട്ട്സിനെ കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നു. പിന്നെ ദുന്യാഷ അവിടത്തേക്ക് വരികയാണ്. ആൻഡ് നൗ ഹീ ഈസ് ഗോയിങ് ടു ഹെർ വേ. ആൻഡ് ദുന്യാഷ ആരോട് പറയുകയാണ്, ലൊപാക്കിൻ്റോട്. ഷീ കൺഫസസ് ലൊപാക്കിൻ ദാറ്റ് എപ്പിക്കഡോവ് ഹാസ് പ്രപ്പോസ്ഡ് ടു ഹെർ. അതായത് ലൊപാക്കിൻ്റോട് പറയുകയാണ്, ദുന്യാഷ പറയുകയാണ് എന്നെ എപ്പിക്കഡോവ് പ്രപ്പോസ് ചെയ്തിട്ടെന്നും. പക്ഷേ ലൊപാക്കിൻ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ബട്ട് ദുന്യാഷ ഗോസ് ഓൺ ടു എക്സ്പ്ലെയിൻ ഹർ ഫീലിംഗ് ആൻഡ് ഷീ ഈസ് ഫോണ്ട് ഓഫ് ദ ക്ലർക്സ് പേഴ്സണാലിറ്റി ബട്ട് നോട്ട് ഹിസ് ക്ലംസിനെസ്. ഷീ ഡസ് നോട്ട് നോ വാട്ട് ടു ഡു. അവൾ പറയുകയാണ് എനിക്ക് എപ്പിക്കഡോവിനെ അവൾക്ക് ഷീസ് ഫോണ്ട് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലംസി ഫിഗർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയർനെസ് ആർക്കിഷ്ടമില്ല, നമ്മുടെ ദുന്യാഷയ്ക്ക് ഇഷ്ടമല്ല. വാട്ട് ഷീ ഡു മാഡം. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ നൗ മാഡം റാനവസ്കി അറൈവ്സ് ആൻഡ് ബ്രിങ്ങിങ് ഹെർ ഡോട്ടേഴ്സ് ബാർബറ ആൻഡ് അന്യ ആൻഡ് ഹെർ ബ്രദർ ഗെയ്. അതായത് തൻ്റെ ദത്തുപുത്രി ബാർബറയും പിന്നെ അന്യയും ഒപ്പമുണ്ട്. അന്യ ദത്തുപുത്രിയല്ല, അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അവളുടെ ബ്രദർ ഗെയ്വ് ഉണ്ട്. പിന്നെ അന്യാസ് ഗവർണർ ഷാർലറ്റ് ഉണ്ട്. പിന്നെ പിസ്റ്റിൻ എന്ന് പറയുന്ന നെയ്ബർ, അവരൊക്കെയാണ് അവിടത്തേക്ക് വരുന്നത്.
മാഡം റാനവസ്കി നൗ ഷി ബിഗാൻ ടു ക്രൈസ് ആസ് ഷി ഓഫൻസ് ഡസ്. അതായത് മാഡം റാനവസ്കിയുടെ ഒരു പ്രത്യേകത, ഷി ഓൾവേസ് ക്രൈ, അലമുറയിട്ട് ഇങ്ങനെ കരയും. അപ്പോൾ അങ്ങനെ അവൾ എപ്പോഴും പോലെ കരയുകയാണ്. ആഫ്റ്റർ എ ബീഫ് മൊമെൻറ്റ് ഓഫ് വെൽക്കം ഹോം കെയോസ് എ സ്റ്റേജ് ഈസ് എംപ്റ്റി എക്സെപ്റ്റ് ഫോർ അന്യ ആൻഡ് ദുന്യാഷ. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പോയി അല്ലേ, അവിടെ വെൽക്കം ഇതൊക്കെ കഴിഞ്ഞ്. നൗ ഇൻ ദ സ്റ്റേജ് ദർ ഈസ് ഓൺലി 2 പേഴ്സൺ, അന്യ ആൻഡ് ദുന്യാഷ. ആൻഡ് ദുന്യാഷ എന്ന് പറഞ്ഞാൽ ഇവരുടെ മെയ്ഡാണ്. അങ്ങനെ അവർ രണ്ടുപേരും ദേ ഗ്രൂ അപ്പ് ടുഗെദർ. ദുന്യാഷ ട്രൈസ് ടു ഡിസ്കസ് എപ്പിക്കഡോ ബട്ട് ഓൺലി ക്യാപ്ചേഴ്സ് അന്യാസ് അറ്റൻഷൻ ബൈ മെൻഷനിങ് ദാറ്റ് ട്രോഫിമോവ് ദ ട്യൂട്ടർ ഓഫ് അന്യാസ് ഡിസീസ്ഡ് യങ്ങർ ബ്രദർ ഗ്രിഷ. അതായത് പിന്നെ എന്ത് ചെയ്യുകയാണ്, എപ്പിക്കഡോവിനെ കുറിച്ച് ദുന്യാഷ അവളോട് സംസാരിക്കാൻ നോക്കുകയാണ്. പക്ഷെ അന്യ അതിലെന്ത് ചെയ്യുന്നില്ല, ഇൻട്രസ്റ്റഡ് ആകുന്നില്ല. പക്ഷേ വെൻ ഷി മെൻഷൻ ദ നെയിം ട്രോഫിമോവ് എന്ന് പറഞ്ഞാൽ ഹി വാസ് എ ട്യൂട്ടർ ഓഫ് അന്യാസ് ഡിസീസ്ഡ് യങ്ങർ ബ്രദർ ഗ്രിഷ. അതായത് അവിടെ ട്രോഫിമോവ് എന്ന് പറഞ്ഞാൽ അന്യയുടെ അല്ലേ, അതായത് ഗ്രിഷ എന്ന് പറയുന്ന ബ്രദറിൻ്റെ, അതായത് ഡിസീസ്ഡ് യങ്ങർ ബ്രദർ എന്നാണ്. അതായത് അസുഖം വന്ന് ഉള്ള തൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ മേ ബി ഹി ഹാസ് ഡൈഡ് എന്നായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ എന്താ പറയുക ട്യൂട്ടറായിരുന്നു ട്രോഫിമോവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്യ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആവുകയാണ്. പിന്നെ ബാർബറ എന്ന് പറയുന്ന ഓൾഡ് ഡോട്ടർ നൗ ഷി എൻറ്റേഴ്സ് വിത്ത് എനോമസ് റിംഗ് ഓഫ് കീസ് അറ്റ് ഹെർ വേസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇതാണ്. അതായത് ബാർബറ അവിടത്തേക്ക് വരികയാണ്. അവളുടെ കയ്യിൽ, അവളുടെ വേസ്റ്റിൽ, അരക്കെട്ടിൽ ഒരുപാട് കീസ്, താക്കോലുകൾ കിടക്കുന്നുണ്ട്. ദുന്യാഷ ലീവ്സ് ടു മേക്ക് എ കോഫി ആൻഡ് ദ സിസ്റ്റേഴ്സ് റീയുണൈറ്റ്. അപ്പോൾ നമ്മുടെ ബാർബറ അവിടത്തേക്ക് വന്നപ്പോൾ ദുന്യാഷ കോഫി ഉണ്ടാക്കാൻ പോവുകയും അങ്ങനെ സിസ്റ്റേഴ്സ് രണ്ടുപേരും ഒന്നിക്കുകയും. ബാർബറ ഈസ് ഓൾസോ എ ക്രയർ. ആരെപ്പോലെ, തൻ്റെ അമ്മയെപ്പോലെ ബാർബറയും ഒരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലമുറയിട്ട് സംസാരിക്കുന്നവളും കരയുന്നവളൊക്കെ ആയിരുന്നു. ഷി ക്രൈസ് വിത്ത് ഹാപ്പിനെസ് അറ്റ് സീയിങ് അന്യ, ദെൻ വിത്ത് ഡിസ്ട്രസ് ആസ് അന്യ ഡിസ്ക്രൈബ് ദ ഫാമിലീസ് ഫിനാൻഷ്യൽ പ്രോബ്ലം. പിന്നെ അവൾ എന്ത് ചെയ്യാണ്, അലമുറയിട്ട് കരയുകയാണ്. വിത്ത് ഹാപ്പിനെസ് ആണ് അല്ലേ, ആരെ കണ്ടപ്പോൾ, അന്യയെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ. പിന്നെ അത് മാത്രമല്ല, ദെൻ ഷീ ബിക്കം സോ ഡിസ്ട്രസ് ആസ് അന്യ ഡിസ്ക്രൈബ് ദ പ്രസൻറ്റ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദ ഫാമിലിയുടെ ഫിനാൻഷ്യൽ പ്രോബ്ലത്തെക്കുറിച്ച് അന്യ സംസാരിക്കുകയും അത് വളരെ ഡിസ്ട്രസ് ആവുകയും ചെയ്യുകയാണ് നമ്മുടെ ബാർബറ. പിന്നെ മാഡം റാനവസ്കി യൂസ്ഡ് ടു ലിവിങ് എ ലക്ഷൂരിയസ് ലൈഫ് ഈസ് സ്പെൻഡിങ് മണി ആസ് ഷീ ഡസ് നോട്ട് ഹാവ്. അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാഡം റാനവസ്കി എന്ന് പറയുന്ന അവരുടെ അമ്മ വളരെ ലക്ഷൂരിയസ് ലൈഫായിരുന്നു നടത്തിയത്. ഒരുപാട് പണം സ്പെൻഡ് ചെയ്തു. നൗ ദ ഫാമിലി കനോട്ട് പേ ദ ഇൻട്രസ്റ്റ് ഓൺ ദി മോർട്ടേജ് ആൻഡ് ദ ചെറി ഓർച്ചർഡ് വിൽ ബി സോൾഡ് ഇൻ ഓഗസ്റ്റ്. അവിടെ വെച്ച് അന്യ പറയുകയാണ്, അവരുടെ കടങ്ങളും വാടകകളൊന്നും കൊടുത്തു തീർക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു ചെറിയ ഓർച്ചഡ് എന്ത് ചെയ്യാൻ പോവാണ്, ഓഗസ്റ്റിൽ വിൽക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് ലൊപാക്കിൻ എൻറ്റേഴ്സ് ആൻഡ് now during this tense moment moves like a cow at Barbara and exit and Barbara hopes to marry Lopakin. അപ്പോൾ ആരെപ്പോലെ, ബാർബറയെ കളിയാക്കിക്കൊണ്ടായിരിച്ചിരിക്കുകയാണ് ലൊപ്പാക്കിൻ, ഒരു കൗവിനെ പോലെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ബാർബറയെ കുറിച്ച് പറയുകയാണ്. ഷീ ഹോപ്സ് ടു മാരി ലൊപ്പാക്കിൻ, സൊസൈറ്റി എക്സ്പെക്റ്റ് ഇറ്റ്. അതായത് ബാർബറയ്ക്ക് ആരെ കല്യാണം കഴിക്കണമെന്നുണ്ട്, ലൊപ്പാക്കിനെ. പിന്നെ സൊസൈറ്റിയും അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഷീ കൺഫസസ് ടു അന്യ ദാറ്റ് ഹി ഹാസ് നോട്ട് പ്രപ്പോസ്ഡ്, ബിഗിൻസ് ക്രൈങ് അഗെയിൻ. ഷീ അനൗൺസ്ഡ് ദാറ്റ് ഷീ വാണ്ട്സ് ടു ബിക്കം എ പിൽഗ്രിം. അതായത് അവൾ പിന്നെയും കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അയാൾ എന്നെ പ്രപ്പോസ് ചെയ്തില്ലെന്നും എനിക്ക് അയാളെ കല്യാണം കഴിക്കണമെന്നും അയാൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാനൊരു പിൽഗ്രിം അല്ലേ, ഒരു തീർത്ഥാടകയാകുമെന്നൊക്കെ അവൾ പറയുകയാണ്. പിന്നെ ദുന്യാഷ ഷി കംസ് വിത്ത് കോഫി ആൻഡ് യാഷ ഈസ് മാഡം റാനവസ്കി സോഷ്യൽ ക്ലൈംബിംഗ് സെർവൻ്റ് ആണ്. ഹി എൻറ്റേഴ്സ് വിത്ത് ബാഗ്സ്. യാഷ എന്ന് പറയുന്ന സെർവൻ്റ് അവിടെ വരികയാണ്. ഹി ഡസ് നോട്ട് റെക്കഗ്നൈസ് ദുന്യാഷ. വെൻ ഷി ടെൽസ് ഹിം ഹെർ നെയിം ഹി എംപ്രൈസ് ഹെർ ആൻഡ് കോൾസ് ഹെർ ആസ് ലിറ്റിൽ ക്യുക്കുംബർ. അതായത് പിന്നെ യാഷക്ക് ആദ്യം നമ്മുടെ ദുന്യാഷയെ മനസ്സിലായില്ല. പിന്നെ അവർ പേര് പറഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്യുകയാണ്, അയാൾ എംബ്രൈസ് ചെയ്തു ആൻഡ് കോൾ ഹെർ ആസ് ലിറ്റിൽ ക്യുക്കുംബർ, ദുന്യാഷയെ വിളിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞു എന്താ, ദുന്യാഷ വളരെ സന്തോഷം തോന്നുകയാണ്. അവിടുന്ന് യാഷ പോവുകയും പിന്നെ
യാഷ ഓടി ആരുടെ അടുത്താണ്, ബാർബറയുടെ അടുത്തെയും ബാർബറ ആരെ കുറ്റപ്പെടുത്തുകയാണ്, യാഷയെ. ദെൻ അന്യ പോണ്ടേഴ്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ട്യൂട്ടേഴ്സ് ട്രോഫിമോവ്സ്. ആ സമയത്തൊക്കെ അന്യയുടെ മനസ്സിൽ ആരെക്കുറിച്ചായിരുന്നു, ട്രോഫിമോവ് എന്ന ട്യൂട്ടറുടെ തിരിച്ചുവരവിനെ കുറിച്ചായിരുന്നു. ഷീ ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഡെത്ത് ഓഫ് ഹർ ഫാദർ 6 years early ഫോളോഡ് ഷോർട്ട്ലി ബൈ ദ ഡെത്ത് ഓഫ് ഹർ യങ്ങർ ബ്രദർ. അതായത് അവരുടെ ആ മരിച്ചുപോയ ബ്രദറിൻ്റെ ട്യൂട്ടറാണ് ട്രോഫിമോവ്. അവൾ ഓർമ്മിക്കുകയാണ് 6 വർഷങ്ങൾക്ക് മുമ്പുള്ള അച്ഛൻ്റെ മരണവും പിന്നെ അതിനുശേഷം തൻ്റെ ബ്രദറിൻ്റെ മരണവും. ഹി വാസ് ഡ്രോൺ അറ്റ് ദ ഏജ് ഓഫ് 7. മുങ്ങി മരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹവും മരിച്ചു. കുട്ടി 7ാം വയസ്സിലായിരുന്നു അവരുടെ ബ്രദർ മരിക്കുന്നത്. ഇതൊക്കെ അവൾ ഓർമ്മിക്കുകയാണ്. ദീസ് ഈവൻറ്റ്സ് പ്രോംപ്റ്റഡ് മാഡം റാനവസ്കി ടു ഗോ എബ്രോഡ് ആൻഡ് ഫോർഗെറ്റ് ഹെർ മിസ്ഫോർച്യൂൺ. അതായത് അങ്ങനെയാണ് അവൾ ഫ്രാൻസിലേക്ക് അവർ പോകുന്നത്. അതായത് ഇതൊക്കെ മറക്കാൻ വേണ്ടി, ഈ ഒരു ഭർത്താവിൻ്റെ മരണവും മകൻ്റെ മരണവും ഒക്കെ മറക്കാൻ വേണ്ടിയായിരുന്നു ഷീ വെൻറ്റ് ടു എബ്രോഡ് ആൻഡ് ഫോർഗെറ്റ് ഹെർ മിസ്ഫോർച്യൂൺ. അന്യ റിഫ്ലെക്ട്സ് ദാറ്റ് ട്രോഫിമോവ് who was her brother's Grisha's tutor might remind Madam Ranavsky of the tragedy. അതായത് അവൾ ഓർമ്മിക്കുകയാണ് ട്രോഫിമോവിന് നന്നായിട്ട് ഇവരുടെ ട്രാജഡിയെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കുമെന്ന്. അങ്ങനെ അവളിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോമർ സെർഫ് ആൻഡ് പ്രസൻറ്റ് സെർഫ്, അയാൾ മുന്നേയും അവിടെ സെർവൻ്റായിരുന്നു. സെർഫ് എന്ന് പറയുമ്പോൾ അവിടെ അടിമയായിരുന്നു, ഇപ്പോൾ അവിടെ സെർവൻ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഹി എൻറ്റേഴ്സ് ദ സീൻ. നൗ ഹീ ഈസ് ടോക്കിംഗ് ടു ഹിംസെൽഫ് ഫോർ ഹീസ് ഹാഫ് ഡെഫ് ആൻഡ് ഓഫ് ക്വസ്റ്റ്യനബിളി സാനിറ്റി. അതായത് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ചെവി കേൾക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്, ഈസ് നോട്ട് ക്വൈറ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് എനിവൺ എൽസ് ഓൺ ദ സ്റ്റേജ്. അദ്ദേഹം സ്റ്റേജിലുള്ള ആരോടുമല്ല സംസാരിക്കുന്നത്. വൺ കാൻ ഡിലൈറ്റ് ദാറ്റ് ഹീസ് ഡിലൈറ്റഡ് ഈസ് മിസ്റ്റേഴ്സ് റിട്ടേൺ. അയാളിങ്ങനെ ഒറ്റയ്ക്കിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് തൻ്റെ മിസ്ട്രസ്, അതായത് മാഡം റാനവസ്കി വീട്ടിലേക്ക് തിരിച്ചു വന്നതിൽ അയാൾക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഇങ്ങനെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ അയാളിങ്ങനെ ഓർമ്മിക്കുകയാണ്. ആൻഡ് ഹി പ്രൊക്ലെയിംസ് ദാറ്റ് നൗ ദാറ്റ് he has seen his mistress Madam Ramsky come home, he is ready to die, and a comment which clearly illustrates the old social order in Russia. അതായത് തൻ്റെ മാസ്റ്ററിന് വേണ്ടി അടിമപ്പണിയെടുക്കാൻ തയ്യാറായി വരുന്ന റഷ്യയിലുള്ള സോഷ്യൽ ക്ലാസ്സിനെയാണ് അവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സിംബലൈസ് ചെയ്യുന്നത്. അദ്ദേഹം പറയുകയാണ്, ഇനി എനിക്ക് മരിച്ചാലും വേണ്ട, എൻ്റെ ആരെ കണ്ടു, എൻ്റെ മിസ്ട്രസ്സിനെ ഞാൻ നേരിട്ട് കണ്ടു കഴിഞ്ഞു, എനിക്ക് ഇനി മരിച്ചാലും സാരമില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് മാഡം റാനവസ്കി, ഹെർ ബ്രദർ ഗേവ് ആൻഡ് നൈബേഴ്സ് പിസ്റ്റിൻ ആൻഡ് ലൊപ്പാക്കിൻ എൻ്റർ. അവിടെ ആരൊക്കെ വരികയാണ്, മാഡം റാനവസ്കിയും അവളുടെ ബ്രദർ ഗേവും പിന്നെ അവിടുത്തെ നെയ്ബർ അല്ലേ പിസ്റ്റിൻ പിന്നെ ലൊപ്പാക്കിൻ വരികയാണ്. ആൻഡ് ഗേവ് എന്ത് ചെയ്യാണ്, പ്ലേയിങ് ബില്ലിയാർഡ്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, Now the Anya says good night and exits. പിന്നെ fires wait on Madam Ranavsky. Barbara suggests that the guests go home and Madam Ranavsky thanks fires profusely and start crying again. അപ്പോൾ നമ്മുടെ ഫയർ എന്ന് പറയുന്ന സെർവൻറ്റ് മാഡം റാനവസ്കിയെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ റാനവസ്കി അയാളോട് താങ്ക്സ് പറയുകയാണ്. പിന്നെയും അവൾ കരയാൻ തുടങ്ങുകയാണ്. പിന്നെയോ ഫയേഴ്സ് റെസ്പോണ്ട് ടു ഹെർ താങ്ക്സ് വിത്ത് കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് കമൻറ്റ്. അപ്പോൾ അവൾ പറയുന്ന താങ്ക്സിനൊന്നും അയാൾ വളരെ അൺറിലേറ്റഡായ കമൻറ്റാണ് കൊടുക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഹിയറിംഗ് പ്രോബ്ലംസ് കാരണം അദ്ദേഹത്തിന് കൃത്യമായ മറുപടിയൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെയോ പിസ്റ്റിനും ലൊപ്പാക്കിനും കോംപ്ലിമെൻറ്റിങ് ചെയ്യുകയാണ് മാഡം റാനവസ്കിയെ. പിന്നെ ലൊപ്പാക്കിൻ ഗോസ് ഓൺ ടു കംപ്ലെയിൻ അബൌട്ട് ഗേവ് ഹു തിങ്സ് ലൊപ്പാക്കിൻ എ സ്നോബ്, ഇൻസിസ്റ്റ് ഹി ലവ്സ് മാഡം റാനവസ്കി ഡിയർലി. മാഡം റാനവസ്കി ഈസ് എക്സൈറ്റഡ് ആൻഡ് ബിഗിൻസ് ടു കിസ്സിങ് ഹിസ് ഫേർണിച്ചർ. പിന്നെ നമ്മൾ കാണുന്നത് ലൊപ്പാക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ അവൾ പറയുന്നതും ലൊപ്പാക്കിൻ കംപ്ലൈൻറ്റ് പറയുകയാണ് ഗെയ്വിൻ്റോട്. അതായത് ഗെയ്വ് എന്ന് പറഞ്ഞാൽ ബ്രദറാണ്, അതായത് നീ എന്നെ മോശമാക്കി കണ്ടതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ കാണുകയാണ് വളരെ സ്ട്രേഞ്ച് ആയ ഒരു ബിഹേവിയറാണ്. മാഡം റാനവസ്കി അവളുടെ ഫേർണിച്ചറൊക്കെ കിസ് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗേവ് ബ്രേക്സ് ദ മൂഡ് ബൈ ടെല്ലിങ് ഹെർ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ദാറ്റ് ഹാവ് ഡൈഡ് ഇൻ ഹെർ ആബ്സെൻസ്. അപ്പോൾ ഗേവ് ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ ഇത്രയും വർഷം ഫ്രാൻസിലുണ്ടായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓൾഡ് മെമ്പേഴ്സ്, ആ വീട്ടിൽ താമസിച്ച ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ട് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും മാഡം റാനവസ്കി എന്ത് ചെയ്യുകയാണ്, നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് അല്ലേ. അവൾ എന്ത് ചെയ്യാണ്, വളരെ അവളുടെ ഈ ഒരു
അവളുടെ എന്താ പറയുക ഫേർണിച്ചറിൽ മാത്രമായിരുന്നു അവളുടെ എന്ത് ചെയ്യുന്നത് ബോധേഡായത്. അവളെന്ത് ചെയ്യുകയാണ്, അവളുടെ ഒരു ദാറ്റ് ഷോസ് ദ വീക്ക്നെസ് ഓഫ് ഹർ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞാൽ ഷീ ഈസ് എ ക്രീച്ചർ ഓഫ് പോസിറ്റീവ് എക്സസ് റിയാക്ടിങ് വിത്ത് മോർ ഇമോഷൻ ടു ദ ഫേർണിച്ചർ ഓഫ് ഹർ ഹോം ദാൻ ടു ദ ഡെത്ത് ഓഫ് ഹർ ഓൾഡ് ഫ്രണ്ട്സ്. എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടാണ് അവൾ കേൾക്കുന്നത്. പക്ഷേ അവളുടെ ഫേർണിച്ചർ എന്ന് പറയുമ്പോൾ അത്രയും എന്തായിരുന്നു വല്ലാത്തൊരു പാഷനാണ്. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് അവൾ എന്തിനാണ് കൊടുത്തത്, ഫേർണിച്ചറിനാണ്, എന്തിനേക്കാളും അവിടെ കിടക്കുന്ന അവിടെ മരിച്ചുപോയ ജനങ്ങളെക്കാളും എന്നാണ് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ലോപാക്കിങ് അവിടുന്ന് പോവുകയാണ്. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സബ്ജക്റ്റ് മാറ്റുകയാണ്. അതായത് മാഡം റാനവസ്കിയുടെ എസ്റ്റേറ്റ് ഓപ്ഷനിൽ ലേലത്തിൽ വിൽക്കുകയും പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഒരു സജഷൻ വെക്കുകയാണ്. എന്താ വെക്കുന്നത്, ഇഫ് ഷീ കട്ട് ഡൗൺ ദ ചെറി ഓർച്ചർഡ് ആൻഡ് ദ ഓൾഡ് ഹൗസ് ഷീ ക്യാൻ ബിൽഡ് വില്ലാസ് ആൻഡ് സെൽ ദം ടു ദ റിച്ച് പേഴ്സൺസ് ആൻഡ് റിച്ച് പേഴ്സൺ ആൻഡ് പേ ഓഫ് ദ ഇൻട്രസ്റ്റ് ആൻഡ് മേക്ക് എ പ്രോഫിറ്റ്. അയാൾ നല്ലൊരു സജഷൻ ലോപാക്കിങ് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ എസ്റ്റേറ്റ് വിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കട്ട് ഡൗൺ ദ ട്രീസ്, അവിടെയുള്ള ട്രീസൊക്കെ മുറിച്ച് കളയുക, ആൻഡ് റിമൂവ് ദ ഓൾഡ് ഹൗസ്, അവിടെയുള്ള പഴയ വീടൊക്കെ ഒഴിവാക്കിയിട്ട് ബിൽഡ് എ വില്ല, അവിടെ എന്ത് നടത്തുക, ഒരു വില്ല പണിയുക. അപ്പോൾ എന്ത് ചെയ്യാം, അതിൽ നിന്ന് നിങ്ങൾക്ക് റെൻറ്റ് കിട്ടുകയും അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്നും പറയുകയാണ്. പക്ഷേ മാഡം റാനവസ്കിക്കും ഗേവിനും ഇതെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ സജഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. അതായത് ആ സമയത്ത് പെട്ടെന്ന്, കാരണം അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അവരുടെ വീട് വിൽക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് പിസ്റ്റിൻ എന്ത് ചെയ്യുന്നു, സബ്ജക്റ്റ് മാറ്റുന്നു, പാരീസിനെ കുറിച്ച് പറയുകയാണ്. ആ സമയത്ത് ബാർബറ അവിടത്തേക്ക് വരികയാണ്, യാഷയും. 2 ടെലഗ്രാംസ് ഫോർ ഹർ മദർ ഫ്രം പാരീസ്, പാരീസിൽ നിന്ന് 2 ടെലഗ്രാം ഉണ്ട്. നൗ ഷീ ടിയേഴ്സ് അപ്പ് dramatically and gave then announced that the cupboard in the room is 100 years old. Pistin act astonished with encourages Gabe to embrace himself. പിന്നെ അവർ അവിടുത്തെ കപ്ബോർഡിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് പിയേഴ്സ് അവിടത്തേക്ക് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ടു മംബിൾ ആൻഡ് ഷാർലറ്റ ദ ഗവേണേഴ്സ് സെൻറ്റേഴ്സ് ഷീ സ്ട്രേഞ്ച് പേഴ്സണാ. പിന്നെ അവിടെ അവരുടെ ഗവേണേഴ്സ് ഷാർലറ്റ് കയറി വരുന്നുണ്ട്, അവളുടെ സ്ട്രേഞ്ച് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് fusses over Gabe's clothes and Barbara discover Anya asleep. Gabe and Madam Ranowski look out over the orchard and reminiscence. പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു, അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ് പിസ്റ്റിനൊക്കെ. പിന്നെ നമ്മുടെ മാഡം റാനവസ്കിയും അവളുടെ ബ്രദർ ഗേവും വളരെ എന്താ പറയുക, തങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്ന ചെറിയ ഓർച്ചഡ് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ട്രോഫിമോവ് അവിടത്തേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹം അവിടത്തേക്ക് വന്നത് എങ്ങനെയാണ്, ഇറ്റ് വാസ് വിത്ത് എ ഷാബി സ്റ്റുഡൻറ്റ് ക്ലോത്ത്സ് ടു ഗ്രീറ്റ് മാഡം റാനവസ്കി. മാഡം റാനവസ്കി വന്നതറിഞ്ഞുകൊണ്ട് അവരുടെ ട്യൂട്ടർ അവിടെ വരികയാണ്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ വേഷത്തിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ അറ്റ് ഫസ്റ്റ് ഷി അപ്പിയേഴ്സ് ടു നോട്ട് നോ ഹിം ആൻഡ് സോ ഹി എക്സ്പ്ലെയിൻ ഹിംസെൽഫ് ആസ് ഹെർ ഡിസീസ്ഡ് സൺസ് ട്യൂട്ടർ. ആദ്യം മാഡം റാനവസ്കിക്ക് മനസ്സിലാകുന്നില്ല ആരാണെന്ന്, കാരണം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് ഒക്കെ കണ്ടപ്പോൾ. പിന്നെ തൻ്റെ മരിച്ചുപോയ മകൻ്റെ ട്യൂട്ടറാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്, അവൾ ബിഗിൻസ് ടു ക്രൈ അല്ലേ. ഷീ ഈസ് നോട്ട് ക്രൈയിങ് ഇൻ ഹാപ്പിനെസ് ബട്ട് മോർണിംഗ് ഫോർ ഹർ സൺ. അപ്പോൾ തൻ്റെ മകനെ ഓർമ്മിച്ച് അവൾ കരയുകയും. നൗ ഷീ സ്റ്റാർട്ടിൽ ടു സീ ദാറ്റ് ഇ ഹാസ് ഗ്രോൺ ഓൾഡ് ആൻഡ് ബ്രീഫ് ഡിസ്കഷൻ ഓഫ് ഏജ് ഫോളോസ്. അങ്ങനെ അവർ മനസ്സിലാക്കുകയാണ് അയാൾ എന്തിട്ടുണ്ട്, വളരെ പ്രായമായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിസ്റ്റിൻ ആൻഡ് ഗേബ് ബിഗിൻസ് ടു സേ ദെയർ ഗുഡ് നൈറ്റ് ആൻഡ് വൺസ് അഗെയിൻ ആസ്ക് മാഡം റാനവസ്കി ഫോർ ലോൺ ടു പേ ഹിസ് ഓൺ മോർട്ടേജ്. പിന്നെ പിസ്റ്റിൻ പിന്നെയും അയാൾ ആദ്യം ചോദിക്കുന്നുണ്ട്, കുറച്ച് ലോണ് വേണമായിരുന്നു എനിക്ക് എന്നാരോട്, മാഡം റാനവസ്കിയോട്. അപ്പോൾ പിന്നെയും പോകാൻ നോക്കുന്ന സമയത്ത് പിന്നെയും ചോദിക്കുകയാണ് കുറച്ച് ലോണ് തരുമോ എന്ന്. അങ്ങനെ അവൾ എഗ്രി ചെയ്യുന്നു. എന്നിട്ടോ ആദ്യം അവൾ നിരസിച്ചെങ്കിലും പിന്നെ അയാൾക്ക് പൈസ കൊടുക്കാൻ തയ്യാറാവുകയാണ്. ഗെയ്ബ് ഓൾസോ കൺസീഡ്സ് ദ മണി ടു പിസ്റ്റിൻ. അങ്ങനെ പിസ്റ്റിൻ പണം കൊടുക്കുകയാണ്. മാഡം റാനവസ്കി, ട്രോഫിമോവ്, പിസ്റ്റിൻ, ഫയേഴ്സ് എല്ലാവരും അവിടുന്ന് പോവുകയാണ്. ഓക്കെ, അവിടുന്ന് ബാർബറ അനൗൺസ് ദാറ്റ് ഹിസ് മദർ വാണ്ട്സ് ടു സീ ഹിം. പിന്നെ യാഷയോട് പറയുകയാണ്, അമ്മയ്ക്ക് നിന്നെ കാണണമെന്ന്.
പിന്നെ യാഷ കംപ്ലെയിൻസ് ബിറ്റർലി അബൌട്ട് ദിസ് വിസിറ്റ് ആസ് ഹി എക്സിറ്റ് ഗേവ് ഡിസ്കസ് ദ ഫാമിലീസ് ഫിനാൻഷ്യൽ പ്രോബ്ലം വിത്ത് ഹിസ് നീസസ്. പിന്നെ നമ്മൾ കാണുന്നത് ഗേവ് തൻ്റെ മരുമക്കളുമായി ഫിനാൻഷ്യൽ പ്രോബ്ലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. റെഫറിങ് ടു ദെയർ ഡിസ്റ്റൻറ്റ് ഓൺ ആസ് എൻ ഒബ്സ്ക്യൂർ സോഴ്സ് ഓഫ് എക്കണോമിക് ഹോപ്പ്. എന്നിട്ട് അവർ പറയുകയാണ്, ഗേവ് എന്ന് പറഞ്ഞാൽ മാഡം റാനവസ്കിയുടെ ബ്രദറാണ്. അതായത് നമുക്ക് അകലെയുള്ളൊരു ബന്ധു, ഒരു ഓണ്ട് ഉണ്ട്, വളരെ റിച്ചാണ്, അവർ ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കും എന്ന് പറയുകയാണ്. എന്നിട്ടോ അദ്ദേഹം പറയുന്നു, ഇതാണ് ആകെയുള്ളൊരു ചെറിയ ഹോപ്പ് എന്ന് പറയുന്നത്. അതായത് മാഡം റാനവസ്കിയെക്കുറിച്ച് പറയുകയാണ്, മേ ബി അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കാം, അതായത് ആ ഒരു ഓണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കാം, ഈവൻ ദോ ഷി വാസ് ഇൻ ഹർ സിൻഫുൾ ലൈഫ്. അതായത് ഷി വാസ് ദിസ് വെൽത്തി ഓണ്ട് ഈസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് മാഡം റാനവസ്കി ബിക്കോസ് ഓഫ് ഹർ സിൻഫുൾ ലൈഫ് എന്നാണ്. അവളുടെ ഈ മോശമായ ജീവിത ശൈലി കാരണം ഓണ്ടിന് അവളുമായി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും അവളോട് പോയി പറഞ്ഞാൽ, കാര്യങ്ങൾ പറഞ്ഞാൽ അവൾ കേൾക്കുമെന്നൊക്കെ പറയുകയാണ്. അവൾ പറയാണ്, ത്രൂ ഹിസ് റാദർ ഹാർഷ് ക്രിറ്റിസം ഓഫ് ഹിസ് ഓൺ സിസ്റ്റർ, അനദർ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് ആക്ഷൻ, വി ലേൺ ദാറ്റ് മാഡം റാനവസ്കി മാരീഡ് ബെനീത്ത് ഹെർ. പിന്നെ നമ്മൾ അറിയാണ് ഈ ഗേവിൻ്റെ സംസാരത്തിൽ നിന്ന് അവൾ എന്തായിരുന്നു, മാഡം റാനവസ്കി കല്യാണം കഴിച്ചത് അവൾക്ക് താഴെയുള്ള, അതായത് ഹൈ റാങ്കിലുള്ളതല്ല, വളരെ ലോ റാങ്കിലുള്ള ഒരു അരിസ്റ്റോക്രാറ്റ് സ്റ്റേഷനിൻ്റെ ബെനീത്ത് വരുന്ന ഒരാളെയായിരുന്നു, എന്ന് പറഞ്ഞാൽ ഒരു ലോവർ റാങ്കിൽപ്പെട്ട ഒരാളെയായിരുന്നു കല്യാണം കഴിച്ചത്. അങ്ങനെ അവളുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അവൾ എന്ത് ചെയ്തു, വേറൊരാളുടെ മിസ്ട്രസ് ആവുകയും, മാഡം റാനവസ്കി. അങ്ങനെ അന്യ വൺ ഓഫ് ദ പ്ലേസ് ടു ഐഡിയലിസ്റ്റ് ഈസ് ഹേർഡ് ബൈ ഗീവ്സ് വേർഡ്സ് എഗെയിൻസ്റ്റ് ഹർ മദർ. അപ്പോൾ അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അവൾ ഭർത്താവ് മരിച്ചതിന് ശേഷം വേറൊരുത്തനുമായിട്ട് കൂട്ടുകൂടി എന്നൊക്കെ ഈ ഒരു ഗേവ് എന്ന് പറയുന്ന മാഡം റാനവസ്കിയുടെ ബ്രദർ തങ്ങളുടെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ, അന്യ എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ പ്ലേയിലുള്ള ഒരു മാതൃകാപരമായ ഒരു ലേഡിയാണ്. അപ്പോൾ അവൾക്ക് വല്ലാതെ ഹേർട്ട് ചെയ്യുകയാണ് തൻ്റെ അമ്മയെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ, അല്ലേ? അങ്ങനെ എന്ത് ചെയ്യുകയാണ്, അങ്ങനെ നൗ ഹീസ് ചേഞ്ച് ദ സബ്ജക്റ്റാണ്. അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു, അത്രയുമാണ് പറയുന്നത്. പിന്നെ ബാർബറ ഡ്രാഗ്സ് എ സ്ലീപ്പ് അന്യ ടുവേർഡ്സ് എ റൂം ആൻഡ് ട്രോഫിമോവ് എൻഡേഴ്സ് ടു വാച്ച് ദം ലീവ്. ആസ് അന്യ ഡിസപ്പിയർ ഫ്രം ദ സ്റ്റേറ്റ് വിസ്പേഴ്സ് ആഫ്റ്റർ മൈ സൺഷൈൻ മൈ സ്പ്രിങ്. അപ്പോൾ നമ്മൾ കാണുന്നത് ട്രോഫിമോവ് അവിടത്തേക്ക് വരുന്നു. അപ്പോൾ ട്രോഫിമോവ് ഇങ്ങനെ അന്യയും ബാർബറയും പോകുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പറയുകയാണ് അയാൾ, മൈ സൺഷൈൻ മൈ സ്പ്രിങ് എന്ന് പറഞ്ഞ് അവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടെൻഷൻ ഓഫ് ചേഞ്ചിങ് ടൈംസ് ആണ്, അല്ലേ? അതായത് ആ ഒരു ടൈമിൻ്റെ ചേഞ്ചാണ് കാണിക്കുന്നത്. അതായത് എൻ്റെ വൺ ആക്ട് പ്ലേയിൽ ആ റൂമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ നഴ്സറി ഓൾദോ ഇറ്റ് ഹാസ് ഹെൽഡ് നോ ബേബി ഫോർ ഇയേഴ്സ്. അതായത് വർഷങ്ങളായിട്ട് അവിടെ ഒരു കുട്ടിയൊന്നും, ചെറിയ കുട്ടിക്കുള്ള റൂമൊന്നും അല്ല, അതായത് വർഷങ്ങളായിട്ട് അവിടെ ചെറിയ കുട്ടിയൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴും ആ ഒരു റൂം അറിയപ്പെടുന്നത് നഴ്സറി എന്നാണ്. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് അറ്റ്മോസ്ഫിയർ മാഡം റാനവസ്കിയുടെ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? പിന്നെ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ വാട്ട് വാസ് ആൻഡ് വാട്ട് ഈസ്. അതായത് എന്തുണ്ടായിരുന്നു എന്നത് നമുക്കതിൽ കാണാൻ പറ്റും. പണ്ടുണ്ടായിരുന്നു, പണ്ടില്ലായിരുന്നു. അതായത് പേഴ്സണൽ ട്രാജഡി, മാഡം റാനവസ്കിയുടെ മകൻ, അച്ഛൻ മരിച്ച്, ഭർത്താവ് മരിച്ചത്, മകൻ മരിച്ചത്, ഇതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും, അല്ലേ? പിന്നെ എൻ്റെ സൊസൈറ്റിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെയോ അവിടെ ഫ്രീഡം ആർക്ക് കിട്ടിയത്, സെർവ്സിന് ഫ്രീഡം കിട്ടിയതും അരിസ്റ്റോക്രാറ്റിക്കിൻ്റെ, കാരണം അതിൽ ലൊപ്പാക്കിങ് എന്ന് പറയുന്ന ക്യാരക്ടർ ആദ്യമാരായിരുന്നു ഒരു സെർവ്സിൻ്റെ മകനായിരുന്നു. പിന്നെ അയാൾ എന്താവാണ്, ഇപ്പം നമ്മൾ അറ്റ് പ്രസൻറ്റ് അയാൾ മാറുകയാണ്, ഒരു റിച്ച് മേർച്ചൻ്റായി മാറുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മാറ്റങ്ങൾ, അതായത് ആ ഒരു സൊസൈറ്റിയിൽ വരുന്ന സൊസൈറ്റിയുടെ എന്താ പറയുക, പവറിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ആക്ട് എടുക്കാം. ഓക്കെ, താങ്ക് യു.